ദേവിയുടെ മുഖത്ത് ചുവപ്പ് കലർന്നു. അത് താഴേക്കൊഴുകുമ്പോൾ തന്റെ കയ്യിലെ പള്ളിവാൾ അലക്ഷ്യമായി വലിച്ചെറിഞ്ഞു. ഓം സർവേഷാം സ്വസ്തിർ ഭവതു. നമസ്കാരം, ESP മീഡിയയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഇബ്രു. ഇന്ന് ഞാൻ നിൽക്കുന്നത് മോറയ്ക്കാല സെൻറ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. സ്കൂൾ കലോത്സവ വേദിയിൽ നിന്ന് സ്റ്റേറ്റിലേക്ക് പോകുന്ന 49 കുട്ടികളെയാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് പരിചയപ്പെടുത്തുന്നത്. അവരെ നമുക്കൊന്ന് കാണാം. അങ്ങനെ സ്റ്റേറ്റിലേക്ക് മത്സരിക്കാൻ പോകുന്നതിൻ്റെ പ്രാക്ടീസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമുക്ക് അവരെയൊക്കെ ഒന്ന് പരിചയപ്പെടാം. ഇപ്പോൾ ലയ ടീച്ചർ എന്നോടൊപ്പം ഉണ്ട്. ലയ ടീച്ചറെ, നിങ്ങൾ സ്റ്റേറ്റിലേക്ക് മത്സരിക്കാൻ പോകുന്നതിൻ്റെ കുട്ടികളെയൊക്കെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലേ? അത്യാവശ്യം. കാരണം പരീക്ഷ അടുത്തു, അപ്പം കുറച്ച് ബ്രേക്ക് വേണമല്ലോ. തുടങ്ങുന്നതിന് മുമ്പ് ഒന്ന് ഓർമ്മിച്ച് മറന്നു പോകരുതല്ലോ ഒന്നും. ഓക്കെ, ഏകദേശം 49 കുട്ടികളാണ് ഇവിടുന്ന് പോകുന്നത് അല്ലേ? അപ്പോൾ ഈ തവണ സ്കൂൾ കലോത്സവ വേദിയിൽ ഇരുള എന്ന് പറയുന്ന മലപ്പുലയാട്ടം എന്ന് പറഞ്ഞ പുതിയ 2 ഐറ്റം വന്നിട്ടുണ്ട്. ഈ 2 ഐറ്റത്തിനും മോറയ്ക്കാല സെൻറ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നാണ് സ്റ്റേറ്റിലേക്ക് പോകുന്നത് അല്ലേ? അപ്പോൾ ഇത്തവണ പുതിയതായിട്ട് വന്ന ഐറ്റം അല്ലേ? അപ്പോൾ അതിൽ ഇവർ കളിച്ച് നല്ല ഏകദേശം എനിക്ക് തോന്നുന്നു ജില്ലയിലൊക്കെ 10ഓളം ആളുകളുണ്ടായിരുന്നു, 10 ടീമുകളോളം ഉണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ ജയിച്ചിട്ടാണ് പോണത്. എന്തൊക്കെ ഐറ്റത്തിനാണ് ഇവിടുന്ന് പോണത്? ഇവിടെ ഇപ്പോൾ ഹയർ സെക്കൻഡറിയിൽ നിന്ന് ഇരുള നൃത്തം, ഉറുദു കഥാരചന, ഹൈസ്കൂൾ വിഭാഗത്തിൽ നിന്ന് തമിഴ് കവിതാരചന, കഥാപ്രസംഗം, ഉറുദു സംഘഗാനം, മലപ്പുലയാട്ടം, അറബി നാടകം എല്ലാം ഉൾക്കൊണ്ടു എന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെയാണ് പോണത്. ഒരുപാട് ഐറ്റം ഉണ്ട്, അതുകൊണ്ട് തന്നെ ടീച്ചർക്ക് എന്നെ മറന്നു പോയേക്കാൻ തോന്നുന്നു. അപ്പോൾ എന്താണെങ്കിലും എനിക്ക് ഇവരെയൊക്കെ ഒന്ന് സെപ്പറേറ്റ് ആയിട്ട് ഒന്ന് പരിചയപ്പെടുത്താമോ? എല്ലാ ടീമും ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഞാനൊന്ന് വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഇവിടെ തന്നെ ഉണ്ട്, പ്രാക്ടീസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അവരെയൊക്കെ ഓരോ ടീമിനായിട്ട് നമുക്ക് പരിചയപ്പെടാം. ഓക്കെ, നമ്മൾ ആദ്യം പരിചയപ്പെടാൻ പോകുന്നത് ഈ തവണ സ്കൂൾ കലോത്സവ വേദിയിൽ 4 ഐറ്റമാണ് പുതിയതായിട്ട് വന്നത്. അതിലൊന്നാണ് മലപ്പുലയാട്ടം. മലപ്പുലയാട്ടത്തിൽ സെൻറ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് സബ് ജില്ലയിൽ പോയി, ജില്ലയിൽ പോയി, ഇനി സ്റ്റേറ്റിലേക്ക് പോവുകയാണ്. ആ കുട്ടികളാണ് എൻ്റെ ബാക്കിൽ നിൽക്കുന്നത്. നമുക്ക് അവരൊന്ന് പരിചയപ്പെടാം. അപ്പം നിങ്ങളാണ് ഈ തവണ മലപ്പുലയാട്ടത്തിൽ സ്റ്റേറ്റിൽ മത്സരിക്കാൻ പോകുന്നത് അല്ലേ? അതെ, നല്ല എനർജിയാണെന്ന് തോന്നണോ? അപ്പോൾ നമുക്കൊന്ന് പരിചയപ്പെടാം. നിങ്ങളെ എന്താ പേരെന്താ? ലതു, അശ്വന്ത്, അവന്തിക, ദേവതി, അങ്കന, രേണുക, അദീന, കൃഷ്ണപ്രിയ, അർച്ചന, അപർണ, ആൽവിൻ, ബിസ്മൽ. അപ്പം നിങ്ങളാണ് ഈ തവണ മലപ്പുലയാട്ടത്തിന് ഫസ്റ്റ് പോകുന്നത് അല്ലേ? അതായത് നിങ്ങൾ ആദ്യം സബ് ജില്ലയിൽ പോയി ഇനി സ്റ്റേറ്റിലേക്ക് പോവുകയാണ്. ശരിക്കും ആദ്യമായിട്ടാണ് മലപ്പുലയാട്ടം എന്ന് പറയുന്നത് ഈ തവണയാണ് ആദ്യമായിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങളത് പഠിച്ച് നിങ്ങൾ തന്നെ ഫസ്റ്റ് നേടി നിങ്ങൾ പോവുകയാണ്. ശരിക്കും ഈ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് മലപ്പുലയാട്ടം എന്താണെന്നൊന്ന് പറഞ്ഞു കൊടുക്കാം. അത് ഈ ഇടുക്കി ജില്ലയിൽ മലപ്പുലയൻ സമുദായക്കാർ കളിക്കുന്ന ഒരു നൃത്തമാണ് ഈ മലപ്പുലയാട്ടം എന്ന് പറയുന്നത്. മെയിൻലി യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഉറുമി, കട്ടവാദ്യം അങ്ങനെയുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് യൂസ് ചെയ്യുക. അവർക്കത് ജന്മന കിട്ടുന്ന ഒരു കഴിവാണ്, മീൻസ് ആ ഒരു കളിക്കുക എന്ന് പറയുന്നത്. പക്ഷെ ഞങ്ങൾക്കത് ഇല്ല. അപ്പം ഞങ്ങളത് പഠിച്ചെടുത്തതാണ്, കഷ്ടപ്പെട്ടാണ് പഠിച്ചത്. പിന്നെന്താ, അവർ ഒരു രാത്രിയൊക്കെ ആകുമ്പോൾ തുടങ്ങുവാണെങ്കിൽ പുലർച്ചെ ഉച്ച അത്ര നേരമൊക്കെ കളിക്കും. ഞങ്ങൾ 15 മിനിറ്റ് എന്നാണ് വില്ലിങ്. അത്ര നേരം കളിക്കും. ഇങ്ങനെ ഒരു ഐറ്റം വന്നപ്പോൾ നിങ്ങൾക്ക് സന്തോഷമാണോ ഉണ്ടായത്, അല്ലെങ്കിൽ ഇത് കളിച്ച് ഇനി പോകണം അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ടാണോ ഉണ്ടായത്? ശരിക്കും രണ്ടിൻ്റെ ഇടയ്ക്കായിരുന്നു. കാരണം ഇതെന്താണെന്ന് അറിയില്ല, അതൊന്ന്. പിന്നെ പഠിച്ചെടുത്തപ്പം ഈ മലപ്പുലയാട്ടത്തിനോടൊരു ഇഷ്ടം വന്നു. നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെയുള്ള ഒരു സമ്പ്രദായം ഉണ്ട്, അപ്പോൾ അത് നമുക്ക് പഠിക്കാൻ പറ്റി, അതിലൊരു സന്തോഷം കാണുന്നുണ്ട്. നല്ല രീതിക്കുണ്ട്. ഈ ഒരു സംഭവം വന്നത് നല്ലതെന്നാണോ നിങ്ങൾ പറയുന്നത്? അതെ. അപ്പോൾ അത് നിങ്ങൾക്ക് സബ് ജില്ലയിൽ പോയി, അപ്പോൾ എത്ര ഐറ്റം ഉണ്ടായിരുന്നു സബ് ജില്ലയിൽ? എത്ര പേരുണ്ടായിരുന്നു മത്സരിക്കാൻ? സബ് ജില്ലയിൽ 3 ടീമും ജില്ലയിൽ 10 ടീമും. സബ് ജില്ലയിൽ പോയപ്പോൾ 3 ടീമിൽ നിങ്ങൾ ഫസ്റ്റ് നേടി, ജില്ലയിൽ പോയപ്പോൾ 10 ടീമിൽ ഫസ്റ്റ് നേടി. പിന്നെ സ്റ്റേറ്റിലേക്കാണ് പോണത്. അപ്പോൾ ഇത്തിരിയും കൂടി ടൈറ്റ് ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലേ? നല്ലൊരു ബുദ്ധിമുട്ടില്ല. എത്ര സമയമാണ് ഇതിനുള്ളത്? ഞങ്ങൾ കളിച്ചത് 15 മിനിറ്റ് ആണ്. പക്ഷെ 30 മിനിറ്റും 1 മണിക്കൂറൊക്കെ കളിക്കുന്നവരും ഉണ്ട്. അപ്പോൾ ഇനി സ്റ്റേറ്റിലേക്ക് പോകാൻ നേരത്തെ നിങ്ങൾ പുതിയതായിട്ട് എന്തെങ്കിലും പ്രിപ്പയർ ചെയ്യുന്നുണ്ടോ? അത് വഴിയേ തീരുമാനിക്കും. അത് സർപ്രൈസ് ആയിട്ട് വെച്ചേക്കാം. അവർ അങ്ങനെയൊന്നും അവർ തുറന്ന് പറയുമൊന്നുമില്ല. കാരണം സ്റ്റേറ്റിൽ ഇനി മത്സരിക്കാൻ പോകണുള്ളൂ. കണ്ട ആ ചിരി കണ്ടില്ല എല്ലാവരുടെയും. ഇവരെന്തൊക്കെയോ മനസ്സിൽ കണ്ടു വച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണെങ്കിലും ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ നിങ്ങൾ എന്താണെങ്കിലും പോയി വിജയിച്ച് തന്നെ തിരിച്ചു പോവാ എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളൂ. അപ്പം നിങ്ങൾ ആ സർപ്രൈസ് ഇത് ജയിച്ചു വരുമ്പോൾ എൻ്റെ അടുത്ത് കാണിക്കൂലേ? ഓക്കെ, നമുക്ക് 2 സ്റ്റെപ്പ് ഒന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് കാണിക്കാൻ പറ്റില്ലേ? നിങ്ങളുടെ ആ ഒരു വലിയൊരു ഐറ്റം കാണിക്കണ്ട, എന്നാലും ഒരു 2-3 സ്റ്റെപ്പ് ഒന്ന് കാണിക്കാൻ. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പം നമുക്ക് ആ ഒരു സ്റ്റെപ്പ് നമുക്കൊന്ന് കണ്ടു നോക്കാം.
ഓക്കെ, അടിപൊളി. ഇത് ശരിക്കും പറഞ്ഞാൽ അത് ആ കൊട്ടും സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിലാണല്ലേ അത് പറ്റുള്ളൂ. അപ്പോൾ ഇതിൽ ശരിക്കും പാട്ടില്ലാതെയാണ് സംഭവം കളിക്കണത് അല്ലേ? അതെ. അപ്പോൾ അതായത് ചെണ്ട കൊട്ടുക, അതുപോലെ തന്നെ പിന്നെ എന്തൊക്കെയാണ് അതിന് പേര് പറയണത്? എന്തൊക്കെയാണ് ഉറുമി, കട്ടവാദ്യം, ഇടിമുട്ടി. ഇടിമുട്ടി, 3 ഐറ്റം. 3 ഐറ്റം. അതിന്റെ വില്ലാളി വീരന്മാരാണ് ഈ നിൽക്കുന്നത് അല്ലേ, നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ കൊട്ട് മാത്രം വെച്ചിട്ടാണ് നിങ്ങൾ കളിക്കുന്നത്. ഓക്കെ, ഇത് കാണേണ്ട ഒരു സംഭവം തന്നെയാണ്. എന്താണെങ്കിലും നമ്മുടെ ചാനലിലൂടെ തന്നെ ഇത് കാണിക്കും അല്ലേ? ഒരു നിങ്ങൾ സ്റ്റേറ്റിലൊക്കെ പോയി വന്നു കഴിഞ്ഞിട്ട് നമുക്ക് ഒരു പ്രേക്ഷകരെ കൂടി ഒന്ന് കാണിച്ചു കൊടുക്കാം. ഓക്കെ, അപ്പോൾ എന്താണെങ്കിലും എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഓക്കെ, നമുക്ക് കഴിഞ്ഞ അടുത്ത ടീമിൻ്റെ അടുത്തോട്ട് പോകാം. ഓക്കെ, ടാറ്റാ. പ്രിയമുള്ളവരെ, അടുത്തതായി ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും സ്റ്റേറ്റിലേക്ക് മത്സരിക്കാൻ പോകുന്ന കഥാപ്രസംഗം ടീമിനെയാണ്. അവരെ നമുക്ക് പരിചയപ്പെടാം. അടിപൊളി. അപ്പൊ ഇവരാണ് കഥാപ്രസംഗം മത്സരത്തിൽ പങ്കെടുക്കാൻ പോകുന്നത് അല്ലേ? എന്താ മോളുടെ പേര്? ഗൗരി. ഗൗരി. മോളുടെ പേര്? ജവാന. ജവാന. സൂര്യനന്ദൻ. ആൽവിൻ. അപ്പൊ ഇവരാണ് ബാക്കിയുള്ള ഗൗരിയെ സപ്പോർട്ട് ചെയ്യുന്നവർ അല്ലേ? ഗൗരി എത്രാമത്തെ തവണയാണ് ഇത് മത്സരിക്കുന്നത്? ഞാൻ 3ാമത്തെ വർഷമാണ് കഥാപ്രസംഗത്തിന് പോകുന്നത്. 3ാമത്തെ തവണ. ഓക്കെ, ഇപ്പൊ ഞാൻ 9ല് ഹൈസ്കൂൾ. ഹൈസ്കൂളാണ്. 7ലായിരുന്നു ആദ്യമായിട്ട് തുടങ്ങിയത്. 7 UP ജില്ല വരെ ഉള്ളതുകൊണ്ട് ജില്ലയിൽ ഫസ്റ്റ് ആയിരുന്നു. 2ാമത്തെ വർഷം സ്റ്റേറ്റിലേക്ക് 8ല്. 2ാമത്തെ പ്രാവശ്യമാണ് സ്റ്റേറ്റിലേക്ക് മത്സരിക്കാൻ പോകുന്നത് ഗൗരി അല്ലേ? ഏതൊക്കെ വിഷയമാണ് തിരഞ്ഞെടുക്കാറ്? പൊതുവെ സ്ത്രീ വിഷയങ്ങൾ തിരഞ്ഞെടുക്കാറുണ്ട്, പിന്നെ സാമൂഹിക പ്രസക്തിയുള്ള വിഷയങ്ങൾ, സമകാലിക പ്രസക്തി. നല്ല ആക്ടിങ് ആയിരിക്കണം. ഈ കഥാപ്രസംഗം എന്ന് പറയാൻ നേരത്തെ നമ്മൾ ശരിക്കും അതിന് ആ കഥയോടനുസരിച്ച് നമ്മൾ മാറിക്കൊണ്ടിരിക്കണം. ആക്ടിങ്ങും പാട്ടും എല്ലാം വേണം. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവര് കൊട്ടാൻ നേരത്തൊക്കെ ഉള്ള ഒരു എനർജിയും സംഭവങ്ങളൊക്കെ വേണം അല്ലേ? 3 വർഷമായിട്ട് ഞാൻ പോകുന്നുണ്ടെങ്കിലും എന്റെ പിന്നണി മാറിക്കൊണ്ടിരിക്കും. എല്ലാ പ്രാവശ്യം എനിക്ക് സെലക്ട് ചെയ്ത് തരുന്ന നല്ല പിന്നണിയാണ്. ഇവരുടെ സപ്പോർട്ടാണ് കഥാപ്രസംഗം പറയാനുള്ളതിന്റെ ഒരു ആവേശം പോണത്. എനിക്ക് എല്ലാ പ്രാവശ്യം നല്ല ആൾക്കാരെയാണ് കിട്ടാറുള്ളത്. നിങ്ങളുടെ സെറ്റപ്പ് ആണെന്നാണ് പറഞ്ഞത്. അപ്പൊ ഇനി ജനുവരിയിലേക്ക് നിങ്ങൾ കിടക്കുകയാണ്. ഇനി കുറച്ച് ദിവസമേ ഉള്ളൂ, 3 ദിവസമാണ് ഇനി ഉള്ളൂ അല്ലേ? എല്ലാ പ്രാക്ടീസ് എല്ലാം കഴിഞ്ഞോ? പ്രാക്ടീസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. പരീക്ഷ വരാൻ പോവാണ്, അത് കഴിഞ്ഞ് ഒന്നും കൂടി പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ എന്താണെങ്കിലും നമുക്ക് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഏതെങ്കിലും ഈ കഥാപ്രസംഗത്തിന്റെ ഭാഗം ഇവരൊക്കെ എന്തായാലും സെറ്റായിട്ട് നിൽക്കാണല്ലോ, അതിന്റെ ഒരു ഭാഗം ഒന്ന് കാണിക്കാം. തീർച്ചയായും. ഇപ്പൊ ഞാൻ കാണിച്ചതുപോലെയാണോ കഥാപ്രസംഗം, അതോ ഗൗരിയുടെ വെറൈറ്റി? അത്രയും നമ്മൾ അതൊക്കെ ശരിക്കും അത് മിമിക്രിയിൽ കളിക്കുന്ന ഒരു സംഭവം. അങ്ങനെ ചെയ്യണ്ട. നമ്മൾ ശരിക്കും സ്വാഭാവികമായിട്ട് എങ്ങനെ നമ്മളെ കാണികളോട്, പ്രേക്ഷകരോട് എങ്ങനെ കഥ പറയാം എന്നുള്ളതാണ് കഥാപ്രസംഗം. അതാണ് കഥാപ്രസംഗം. അപ്പൊ ആ കഥാപ്രസംഗം ഗൗരിയുടെ ഒരു ചെറിയൊരു ഭാഗം നമുക്കൊന്ന് കാണാം. ബഹുമാന്യരായ ഗുരുജനങ്ങളെ, പ്രിയ മാതാപിതാക്കളെ, കലാസ്നേഹികളെ, എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം. ആ ശബ്ദം ആകാശത്തെ പ്രകമ്പനം കൊള്ളിക്കുമ്പോൾ വെളിച്ചപ്പാട് അമ്പലനടയിലേക്ക് ഓടിക്കയറി. പ്രതികാര രൂപവും പ്രതിഷേധ ഭാവവും അലതല്ലും അലകടൽ പോലെ. നിത്യവും നിന്നെ ഞാൻ ധ്യാനിച്ചുവെങ്കിലും നീ കനിഞ്ഞില്ലെന്റെ ദേവി, നീ കനിഞ്ഞില്ലെന്റെ ദേവി. എന്റെ ദേവി, എന്നോട് നീ ഇത് ചെയ്തല്ലോ. ഭാര്യ ചെയ്ത അപരാധം, മൈമുണ്ണിയുടെ വഞ്ചന, മകന്റെ ഇറങ്ങിപ്പോക്ക്, മകളെ കെട്ടിച്ചയക്കാൻ പറ്റാത്തത്. അയാൾ പലതും ഓർത്തു. തന്റെ കയ്യിലെ പള്ളിവാൾ കൊണ്ട് നെറ്റിയിൽ ആഞ്ഞു വെട്ടി. അമ്മേ, ദേവി, ഭഗവതി! രക്തം അണക്കെട്ട് പൊട്ടിയതുപോലെ ചീറ്റി ഒഴുകി തന്റെ വായിലേക്ക് ഒഴുകിയെത്തിയ ചോര നക്കിയെടുത്ത് മുന്നിലേക്ക് ആഞ്ഞൊരു തുപ്പ്. ദേവിയുടെ മുഖത്ത് ചുവപ്പ് കലർന്നു. അത് താഴേക്ക് ഒഴുകുമ്പോൾ തന്റെ കയ്യിലെ പള്ളിവാൾ അലക്ഷ്യമായി വലിച്ചെറിഞ്ഞു. ഓം സർവേഷാം സ്വസ്തിർ ഭവതു. ഓം സർവേഷാം ശാന്തിർ ഭവതു. ഓം സർവേഷാം പൂർണ്ണം ഭവതു. ഓം സർവേഷാം മംഗളം ഭവതു. വെളിച്ചപ്പാട് തറയിലേക്ക് വീണ് മരിച്ചു. നന്ദി, നമസ്കാരം. അടിപൊളി ഗൗരി, സൂപ്പർ ആയിട്ടുണ്ട്. ആ എക്സ്പ്രഷനും മുഖത്ത് ആ ഫീലിംഗും എല്ലാം നമുക്ക് മനസ്സിലാവുന്ന രൂപത്തിൽ തന്നെയാണ് ഗൗരി കാണിച്ചത് കേട്ടോ. ഇടക്കൊച്ചി സലീംകുമാർ സാറാണ് എന്നെ പഠിപ്പിച്ചത്. അദ്ദേഹത്തിന്റെ കീഴിൽ തന്നെയാണ് 4 വർഷമായിട്ട് ഞാൻ കഥാപ്രസംഗം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഓ, നല്ല വ്യക്തിയാണ്. അപ്പൊ നിങ്ങൾ എത്ര പേരുണ്ട് മൊത്തം? ഞങ്ങൾ മൊത്തത്തിൽ 4 പേരുണ്ട്. ഒരു സിമ്പൽ അടിക്കുന്ന ആര്യൻ ചേട്ടൻ ഇന്ന് വന്നിട്ടില്ല, ആബ്സെന്റ് ആണ്. അപ്പൊ നിങ്ങള് മൊത്തം 5 പേരാണ് പോണത്. അപ്പൊ ഇത്തവണ നിങ്ങൾ 3-ാം തീയതി നിങ്ങൾ എന്തായാലും ധൈര്യമായിട്ട് പോകൂ, ഒരു ഫസ്റ്റ് നേടി വരും എന്നുള്ള എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും
ഓൾ ദ ബെസ്റ്റ്. നമ്മൾ നേരത്തെ മലപ്പുലയാട്ടം കണ്ടു. അതായത് ഈ തവണ സ്കൂൾ കലോത്സവ വേദിയിൽ ആദ്യമായിട്ട് വന്ന ഒരു ഐറ്റമാണ്. അതുപോലെ തന്നെ വന്നിരിക്കുന്ന ഒരു ഐറ്റമാണ് ഇരുള എന്ന് പറയുന്ന ഒരു ഐറ്റം. ആ ഐറ്റത്തിൽ പങ്കെടുക്കുന്ന കുട്ടികളാണ് എന്നോടൊപ്പം ഉള്ളത്. നമുക്ക് അവരെ ഒന്ന് പരിചയപ്പെടാം. എന്താണ് പേര്? ഹന, ഹന, അമീന, അമീന, ഫിദ, ഫിദ, ഷാഹില, ഷാഹിന, ഗ്രേസ്, ഗ്രേസ്, ഷിഫ്ന, ഷിഫ്ന, അൽക്ക, ഫാത്തിമ. അപ്പോൾ ഇരുള എന്ന് പറയുന്ന ഒരു ഐറ്റമാണ്. അതായത് ആദ്യമായിട്ടാണ് സ്കൂൾ കലോത്സവ വേദിയിലേക്ക് വരുന്നത്. 4 ഐറ്റമാണ് ആദ്യം ഈ തവണ വന്നേക്കുന്നത്. അതിൽ മലപ്പുലയാട്ടം നമ്മളിപ്പോൾ കണ്ടു. ഇപ്പോൾ ഇരുള എന്ന് പറയുന്നത് കണ്ടു. അപ്പോൾ ഈ ഇരുളയിലും നിങ്ങൾ സ്റ്റേറ്റിലേക്ക് പോവുകയാണ്. അപ്പോൾ മോറിക്കാല സെൻറ്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നാണ് ഈ സ്റ്റേറ്റിലേക്ക് പോകുന്നത്. മലപ്പുലയാട്ടത്തിലും ഈ സ്കൂളിൽ നിന്ന് തന്നെയാണ് പോകുന്നത്. ഇരുളയിലും നിങ്ങൾ തന്നെയാണ് പോകുന്നത്. നിങ്ങൾ തന്നെയാണ് ഇതിൻ്റെ ഫുള്ള് ഏറ്റെടുത്തേക്കാണെന്ന് തോന്നുന്നുണ്ട് അല്ലേ? അപ്പോൾ ഇരുളയെ പറ്റിയിട്ട് നമുക്ക് പ്രേക്ഷകരോട് ഒന്ന് അതിനെപ്പറ്റി ഒന്ന് വിവരിച്ചു കൊടുക്കാം. പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടിയിൽ നിവസിക്കുന്ന ഗോത്ര വിഭാഗക്കാരെ ഇരുളരുടെ പരമ്പരാഗത നൃത്തരൂപമാണിത്. കൃഷിയോടനുബന്ധിച്ചും വിവാഹം, മരണം, ആഘോഷങ്ങൾ, അടിയന്തിരം എന്നിവയോടനുബന്ധിച്ചുമെല്ലാം ഇവർ നൃത്തമാടുന്നു. ഇത് കേവലം ഒരു ആഘോഷ നൃത്തം മാത്രമല്ല, സാംസ്കാരിക പ്രാധാന്യമുള്ള കലാരൂപം കൂടിയാണ്. മലയാളം, തമിഴ് ഭാഷകൾ കലർന്ന ഇരുളപ്പാട്ടിനൊപ്പം ദവിൻ, പൊറൈ, കൊകൽ, ജാലറ എന്നീ സംഗീതോപകരണങ്ങളാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിന് മുമ്പ് ഇത് അറിയാമായിരുന്നു ഇതൊക്കെ എന്നുള്ളത്? ഇരുള എന്ന് കേട്ടതിന് ശേഷം പഠിച്ചതല്ലേ? എന്താണ് നിങ്ങൾക്ക് തോന്നണത് ഇത് പഠിച്ചിട്ട്? നിങ്ങൾക്ക് എന്താണ് ഒരു എക്സ്പീരിയൻസ്? എന്താണ് അങ്ങനത്തെ ഒരു ട്രൈബൽ ഡാൻസ് ഇങ്ങനെ ഉണ്ടെന്ന് ഞങ്ങൾ അറിയണത് തന്നെ. ഇപ്പോൾ ടീച്ചർ, ഇവിടുത്തെ മാനേജ്മെൻറ്റ് ടീച്ചറൊക്കെ കൂടി ഇങ്ങനെ ഒരാളുണ്ട്, ആൾ വന്ന് നമ്മളെ പഠിപ്പിക്കും. അട്ടപ്പാടിയിൽ നിന്ന് തന്നെ ആൾ വന്ന് ഞങ്ങളെ ട്രൈബൽ ഡാൻസ് പഠിപ്പിക്കുകയൊക്കെ ചെയ്ത്. അപ്പോൾ ഇത് പഠിക്കാൻ നേരത്തെ നിങ്ങൾക്ക് വല്ല ബുദ്ധിമുട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടുണ്ട്, ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. പക്ഷെ പിന്നെ ഞങ്ങൾ കളിച്ച് പ്രാക്ടീസ് ചെയ്തപ്പോൾ ശരി. ഇങ്ങനെയൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമായിരുന്നോ? ഇതിനു മുമ്പ് അറിയില്ലായിരുന്നു. അപ്പോൾ എന്താണെങ്കിലും ഈ സംവിധാനം വന്നത് വളരെയധികം നല്ലതാണെന്ന് തന്നെയാണ് നേരത്തെ മലപ്പുലയാട്ടത്തിൻ്റെ കുട്ടികൾ പറഞ്ഞതും ഇപ്പം നിങ്ങളും പറയണത് അല്ലേ? അപ്പോൾ അത് നിങ്ങൾ തന്നെ ഫസ്റ്റ് മേടിച്ചുകൊണ്ട് അങ്ങോട്ട് പോവാണ്. അപ്പോൾ സ്റ്റേറ്റിലേക്കും പോവുകയാണ് അല്ലേ? നമുക്ക് അതിൻ്റെ ഒരു ചെറിയൊരു ഭാഗം ഒന്ന് കാണിച്ചു കൊടുക്കണ്ടേ? എന്താണെന്നുള്ളതൊന്ന് കാണിച്ചു കൊടുക്കാൻ റെഡി അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. കയ്യേ കയ്യേ വളക്കതയ്യ. അത്തിക്കിത് മികരാളാകോ വൈകാമലി വൈകാപ്പിലോ. അത്തിക്കിത് മൂക്കാളാകോ പച്ചക്കിളി കൊക്കാളാകോ. അത്തിക്കിത് കയ്യാളാകോ ക്യാരിമിട് കരിമ്പ് ചൊല്ലോ. അത്തിക്കിത് കാലാളാകോ വൈകാമിലി വൈകാപ്പിലോ. അടിപൊളി, നല്ല എനർജി ആയിട്ട് തന്നെയാണല്ലോ നിങ്ങൾ കളിക്കുന്നത്. കൈയ്യോട്ട് ഇങ്ങനെ തന്നെയാണല്ലേ അവിടെ കളിക്കുന്നത്? എത്ര സമയം ഉണ്ടാവും ഇത്? 15 മിനിറ്റ്. 15 മിനിറ്റോളം ഉണ്ടാവും അങ്ങനെ വരാൻ നേരത്തെ അല്ലേ? അപ്പം നിങ്ങൾക്ക് ജില്ലയിൽ എത്ര പേരുണ്ടായിരുന്നു ഇത് മത്സരിക്കാൻ വേണ്ടിയിട്ട്? 9 ടീം. 9 ടീമുണ്ട്. അതിലാണ് നിങ്ങൾ ജയിച്ചിട്ട് ഇനിയിപ്പോൾ സ്റ്റേറ്റിലേക്ക് പോകുന്നത് അല്ലേ? അപ്പോൾ എന്താണെങ്കിലും എല്ലാവിധ ആശംസകളും. നിങ്ങളുടെ കൂടെ വേറെ ആരെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ? ആരൊക്കെയാണ്? 2 +1 അഭയ് ആൻഡ് പ്രചോദ്. ഓക്കെ, അവരും കൂടി ഉണ്ട് നിങ്ങളുടെ കൂടെ? ഒരാൾ പാട്ട് പാടാനുണ്ട്. ഒരാൾ പാട്ട് പാടാനുണ്ട്. അത് കൂടാതെ ഇവരുടെ കൂടെ ബാക്കിയുള്ള കാര്യങ്ങളും ചെയ്യാനുണ്ട് അല്ലേ? അപ്പോൾ എന്താണെങ്കിലും എല്ലാവിധ ആശംസകളും നേരുകയാണ്. അപ്പോൾ നിങ്ങൾ പോയി വിജയിച്ച് വരിക. ഓക്കെ, അപ്പോൾ എല്ലാവിധ ESP മീഡിയയുടെ എല്ലാവിധ ആശംസകളും നേരും.
ഓക്കെ. എന്നോടൊപ്പം ഇപ്പോൾ ഉള്ളത് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിൻസിപ്പളാണ് എന്നോടൊപ്പം ഉള്ളത്. അപ്പോൾ ടീച്ചർ ഈ പ്രാക്ടീസൊക്കെ കാണാൻ വേണ്ടി വന്നതാണോ? അതെ അതെ, കാണാൻ വേണ്ടി വന്നതാണ്. ആണ്. അപ്പോൾ നിങ്ങൾ ഇവിടുന്ന് ഈ ഇരുള എന്ന് പറയുന്ന ഒരു ഐറ്റം ഹയർ സെക്കൻഡറിയിൽ നിന്ന് പോകുന്നുണ്ട്. അത് ഈ വർഷമാണ് ആദ്യമായിട്ട് വന്നത്. അത് ഏകദേശം എനിക്ക് സബ് ജില്ലയിലും പോയി ജില്ലയിലും പോയി ഇപ്പം സ്റ്റേറ്റിലേക്ക് പോവുകയാണ്. അത് മോറയ്ക്കാല സ്കൂളിൽ നിന്ന്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം ഉണ്ടാവില്ലേ? സന്തോഷമുണ്ട്. 100 ഏറെ വർഷത്തെ പാരമ്പര്യമുള്ള സ്കൂളാണ് മോറക്കാല സെൻറ്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂള്. ഇപ്പോൾ തുടർച്ചയായി 11ാമത്തെ വർഷമാണ് നമുക്ക് യൂത്ത് ഫെസ്റ്റിവലിന് ഓവറോൾ ചാമ്പ്യൻഷിപ്പ് ലഭിക്കുന്നത്. ഇപ്പോൾ ഈ യൂത്ത് ഫെസ്റ്റിവൽ ഈ വർഷം ആദ്യമായിട്ടാണ് ട്രൈബൽ ഡാൻസ് ഏർപ്പെടുത്തിയത്. അപ്പം ഞങ്ങൾക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു, ഇത് സ്റ്റേറ്റ് വരെ കൊണ്ടുപോകാൻ പറ്റുമെന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അപ്പോൾ അതുപോലെയാണ് ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യിച്ചതും. ഓരോ ഐറ്റത്തിനും ട്രെയിനേഴ്സിനെ നിർത്തി ടീച്ചേഴ്സ് കഠിനമായി പരിശീലിപ്പിച്ചു. കുട്ടികളും അതിനോടൊപ്പം നിന്നു. അങ്ങനെയാണ് ഞങ്ങൾക്ക് സ്റ്റേറ്റിൽ പോകാനുള്ള ഒരു അവസരം ലഭിച്ചത്. സ്റ്റേറ്റിലും എന്തെങ്കിലും ഫസ്റ്റോ സെക്കൻഡോ തേർഡോ എന്തെങ്കിലും ഒന്ന് കിട്ടുമെന്നാണ് പ്രതീക്ഷ. ഫസ്റ്റ് തന്നെ കിട്ടും. അപ്പോൾ എന്താണെങ്കിലും നിങ്ങളുടെയൊക്കെ ഈ സപ്പോർട്ടും കാര്യങ്ങളും കൊണ്ട് കുട്ടികൾ വളരെയധികം നാളെ ഒരു ആരൊക്കെയാകും എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. എന്താണെങ്കിലും നിങ്ങളുടെയൊക്കെ ഈ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് നല്ല രീതിയിൽ പോകുന്നു. എന്തായാലും താങ്ക് യു. എന്നോടൊപ്പം ഇപ്പോൾ ഉള്ളത് ആവണിയാണ്. ശാസ്ത്രീയ സംഗീതത്തിൽ ഫസ്റ്റ് നേടിയ കുട്ടിയാണ്. ആവണി, എങ്ങനെയുണ്ടായിരുന്നു മത്സരമൊക്കെ? അടിപൊളിയായിരുന്നു. എന്തോരം പേരുണ്ടായിരുന്നു മത്സരിക്കാൻ? 19 ഉണ്ടായിരുന്നു. അതിൽ നിന്നാണ് മത്സരിച്ച് വിജയിച്ച് വന്നിരിക്കുന്നത് അല്ലേ? നമുക്ക് ആ ശാസ്ത്രീയ സംഗീതത്തിൻ്റെ ഒരു 2 ലൈൻ നമുക്ക് പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പാടാം. മാമവ സദാ വരദേ അംബ മാമവ സദാ വരദേ അംബ മാമവ സദാ വരദേ महिषासुरसूदनी अम्ब मामव सदा वरदे महिषासुरसूदनी अम्ब मामव सदा वरदे महिषासुरसूदनी अम्ब मामव सदा वरदे महिषासुरसूदनी अम्ब मामव सदा वरदे. അടിപൊളി. ഇത് പഠിക്കാൻ പോയിട്ടുണ്ടോ? എൻ്റെ അച്ഛനും അമ്മയും മ്യൂസിക് ടീച്ചേഴ്സാണ്. എവിടെയാണ്? എന്താണ് അവരുടെ പേരൊക്കെ? അമ്മ അനു ലെനീഷ്, അച്ഛൻ ലെനീഷ് PL, രണ്ടുപേരും എം എ മ്യൂസിക്കാണ്. അപ്പോൾ അതുകൊണ്ട് അവരെന്നെയാണ് പഠിപ്പിച്ചു തന്നതൊക്കെ? അച്ഛനാണ് പഠിപ്പിച്ചു തന്നത്. ഓക്കെ. അപ്പോൾ എന്താണെങ്കിലും നല്ല ടാലൻ്റ് ഉണ്ട്. അപ്പോൾ എന്താണെങ്കിലും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ. അപ്പോൾ ആവണിയുടെ പാട്ട് നമ്മൾ കേട്ടു. എന്താണെങ്കിലും ആവണിക്ക് എല്ലാവിധ ആശംസകളും നേരെയാണ്. നമുക്ക് അടുത്ത ആളിലേക്ക് പോകാം. എന്നോടൊപ്പം ഉള്ളത് ഐശ്വര്യയാണ്. തമിഴ് പദ്യത്തിന് ഫസ്റ്റ് നേടിയിരിക്കുന്നു അല്ലേ? എത്ര പേരുണ്ടായിരുന്നു മത്സരിക്കാൻ? 14 പേരുണ്ടായിരുന്നു. 14 പേരിൽ ഐശ്വര്യ ഫസ്റ്റ് നേടി വന്നിരിക്കുകയാണ്. നമുക്ക് നേരെ പദ്യത്തിലേക്ക് ഒന്ന് പോകാം. ஓகே. இங்கு வருகை தந்திருக்கும் ஆசிரியர் பெரியோர்களுக்கும் அனைத்து நல்லுள்ளங்களுக்கும் எனது பணிவான முதற்கண் வணக்கத்தை தெரிவித்துக் கொள்கிறேன். காலம் கவிஞர்களை உருவாக்குகிறது. மகாகவி காலத்தை உருவாக்குகிறார். பாரதி காலத்தையே உருவாக்கிய கவி. தமிழை வாழ்வின் கருவியாக, போராட்டத்தின் கருவியாக, முன்னேற்றத்தின் கருவியாக, நிகழ்காலத்தின் கருவியாக, மனிதகுல மேம்பாட்டின் கருவியாக, தெய்வபக்தியை தேசபக்தியாக மாற்றிய மகாகவி பாரதியாரின் பாஞ்சாலி சபதத்திலிருந்து திரௌபதி சொல்லுதல் இவ்விடம் உங்கள் முன்னிலையில் நான் ஏற்ற பெருமகிழ்ச்சி அடைகிறேன். நாயகர் தாந்தமை தோற்றபின் எனை நல்கும் உரிமை அவர்க்கில்லை. புலை தாயத்திலே விலைப்பட்ட பின் என்ன சாத்திரத்தால் என்னை தோற்றிட்டார். அவர் தாயத்திலே விலைப்பட்டவர் புவி தாங்கும் துருபதன் கண்ணினான். நிலை சாய புலை தொண்டு சார்ந்திட்டால் பின்பு தாரமுடைமை அவர்க்குண்டோ. கௌரவ வேந்தர் சபை தன்னில் அறம் கண்டவர் யாவரும் இல்லையோ. மன்னர் சௌரியம் வீழ்ந்திடும் முன்னரே அங்கு சாத்திரம் செத்து கிடக்குமோ. புகழ் ஒவ்வொரு வாய்ந்த குருக்களும் கல்வியோங்கிய மன்னரும் சூதிலே செல்வம் ஒவ்வொரு தாங்கண்டிருந்தனர். எந்த மானம் அழிவதும் காண்பரோ.
இன்பமும் துன்பமும் பூமியின் மிசையாருக்கும் வருவது கண்டனம் எனல் மன்பதை காக்கும் அரசர்தான் அறமாட்சியை கொன்று கழிப்பரோ அதை அன்பும் தவமும் சிறந்துளர் தலை அந்தனர் கண்டு கழிப்பரோ அவர் முன்பென் வினாவினை மீண்டும் போய் சொல்லி முற்றுந்தளிவுற கேட்டு வா என்றந்த பாண்டவர் தேவியும் சொல்ல என் செய்வன் ஏழைய பாகனே என்னை கொன்று விட்டாலும் பெரிதில்லை இவள் கூறும் வினாவிற்கவர் விடை தரு நின்றே இவளை மறுமுறை வந்து அழைத்திட நான் அங்கிசைந்திடேன். ഇത് കുറച്ച് മതി, ഒരുപാടുണ്ട്. കുറച്ച് പരിമിതികളൊക്കെ ഉണ്ട്. അതുകൊണ്ട് അപ്പൊ ഐശ്വര്യക്ക് ഇതറിയോ, തമിഴ് അറിയോ? അറിയാം. എങ്ങനെ അറിയാം തമിഴ്? അത് എൻ്റെ അമ്മയുടെ അമ്മ ചെന്നൈയിലായിരുന്നു, അതുകൊണ്ട് അങ്ങനെ. ആരാ പഠിപ്പിച്ചതൊക്കെ? അച്ഛനമ്മേ. അച്ഛനമ്മയാണ് പഠിപ്പിച്ചു തന്നേക്കുന്നത് അല്ലേ? അപ്പോൾ എന്താണെങ്കിലും നല്ല ടാലൻ്റ് ഉണ്ട്, നന്നായിട്ട് പാടിയിട്ടുണ്ട്, അല്ല പദ്യം ചൊല്ലിയിട്ടുണ്ട്. അപ്പോൾ എന്താണെങ്കിലും ഒരുപാട് ഉയരങ്ങളിലേക്ക് ഇനി എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ നമുക്കിനി അടുത്ത ആളിലേക്ക് വരാം. എന്നോടൊപ്പം ഉള്ളത് അസ്നിതയാണ്. ഉറുദു കവിതാ രചനയിൽ 1ാം സ്ഥാനം നേടി വന്നിരിക്കുന്നതാണ് അസ്നിത. എങ്ങനെയാണ് ഇത് പഠിച്ചതൊക്കെ? ഞാൻ പഠിച്ചിട്ടില്ല. ഫസ്റ്റ് എൻ്റെ സിസ്റ്റർ ഇവിടെ ആയിരുന്നു പഠിച്ചത്. അപ്പോൾ അവൾ പോയി. അങ്ങനെ റജിസാറും ലയാമിസും പറഞ്ഞിട്ടാണ് ഞാൻ ഫസ്റ്റ് ടൈം പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ 10th വെച്ച്. അപ്പോൾ എനിക്ക് സ്റ്റേറ്റിൽ പോയി സെക്കൻഡ് എ ഗ്രേഡ് കിട്ടി. അങ്ങനെ 12th വെച്ച് വീണ്ടും കിട്ടിയേക്കാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഇത് എഴുതാൻ നേരത്ത് എത്ര പേരുണ്ടാവും? ഒരുപാട് പേരുണ്ടായി. ഇപ്രാവശ്യം 11 പേരുണ്ടായി. ഉറുദുവിൽ തന്നെ എഴുതണ്ടേത്? അപ്പോൾ അത് പഠിച്ചതാണോ? അല്ല, ഇങ്ങനെ ഞാൻ ഫോൺ നോക്കി പഠിക്കും. പിന്നെ ഇവിടെ സബ്യാമിസ് ഹെൽപ്പ് ചെയ്തു. അവർ തരുന്നതാണോ സബ്ജക്റ്റ്? അവർ സബ്ജക്റ്റ് സ്പോട്ടിൽ തന്നെയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഉറുദുവിൽ തന്നെ അത് എഴുതണം. അപ്പോൾ ഈ ഉറുദുവിൽ മലയാളം തന്നെ ഇംഗ്ലീഷൊക്കെ എഴുതാൻ തന്നെ പാടാണ്. അപ്പോൾ ഒരു സ്പോട്ടിലൊരു സബ്ജക്റ്റ് കൊടുക്കുക, അത് ഉറുദുവിൽ അത്രയും പേരുടെ മുമ്പിൽ. എത്ര ടൈമാണ് ഇതിനുള്ളത്? 2 മണിക്കൂർ. 2 മണിക്കൂർ. 2 മണിക്കൂറിൽ ആ സബ്ജക്റ്റിനെ കുറിച്ചിട്ട് നമ്മൾ എഴുതി അതിൽ ഫസ്റ്റ് നേടി ഇനി സ്റ്റേറ്റിലേക്ക് പോകും അല്ലേ? അപ്പോൾ അസ്നിത ഇനി സ്റ്റേറ്റിലേക്ക് പോവുകയാണ് ഉറുദു കവിതാ രചനയിൽ അല്ലേ? അപ്പോൾ അതിലേക്ക് പോവുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും സ്റ്റേറ്റിലും മത്സരിച്ച് വിജയിച്ച് വരിക. എല്ലാവിധ ആശംസകളും നേരുന്നു. ഓക്കെ, നമുക്കിനി അടുത്ത ആളിലേക്ക് പോകാം. എന്നോടൊപ്പം ഉള്ളത് മിഥുൻ കൃഷ്ണയാണ്. തമിഴ് കവിതാ രചനയിൽ സ്റ്റേറ്റിലേക്ക് മത്സരിക്കാൻ പോകുന്നതാണ്. എങ്ങനെയുണ്ടായിരുന്നു മത്സരമൊക്കെ? സബ് ജില്ലയിലും ജില്ലയിലൊക്കെ? സബ് ജില്ലയിൽ കുഴപ്പമില്ലായിരുന്നു. ഇത് റവന്യൂ ജില്ല എത്തിയപ്പോൾ കോമ്പറ്റീഷനിൽ കൂടി. പിന്നെ അങ്ങനെ തന്നെ എഴുതി ഫസ്റ്റ് എത്തി. 2 മണിക്കൂറല്ലേ? 2 മണിക്കൂർ. 2 മത്സരം. അപ്പോൾ ഇതെങ്ങനെയാണ്? തമിഴ് അറിയോ? 6 വർഷം തമിഴ്നാട്ടിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സബ്ജക്റ്റ് തരാൻ നേരത്ത് പെട്ടെന്ന് എഴുതാൻ പറ്റുമോ? അങ്ങനെ സബ്ജക്റ്റ് തരാനടുത്ത് കുറച്ചേരം ആലോചിക്കും. പിന്നെ അങ്ങനെ പയ്യെ എഴുതി അങ്ങനെ പോകുന്നു. ഇങ്ങനെ ജില്ലയിൽ നിന്നൊക്കെ മത്സരത്തിൽ ഫസ്റ്റ് കിട്ടുമെന്ന്, സ്റ്റേറ്റിലേക്ക് പോകുന്നു, അങ്ങനെ ഉറപ്പൊന്നിട്ടുണ്ടായിരുന്നു? ഇത് ഉറപ്പില്ലായിരുന്നു. ആദ്യമായിട്ട് മറ്റേ കവിതയ്ക്ക് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ ഉറപ്പില്ലായിരുന്നു. ഇപ്പോൾ കിട്ടിയപ്പോൾ നല്ല സന്തോഷമുണ്ട്. ആരാ പഠിപ്പിച്ചത്? ഇത് സ്വന്തമായിട്ട് തന്നെ. പിന്നെ ലയാംസ് കുറച്ച് പറഞ്ഞു തന്നായിരുന്നു. കവിത ഹെഡിങ് എന്തെങ്കിലും എഴുതി നോക്കാൻ പറഞ്ഞ. കൂടുതൽ ഏത് തരം സബ്ജക്റ്റാണ് വരാറ്? ഇത് സ്നേഹത്തിനെ കുറിച്ച് എന്തെങ്കിലും, പിന്നെ മഴ, പ്രകൃതി, അങ്ങനെയൊക്കെ വരും. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കത് എഴുതാനൊക്കെ പറ്റും. തമിഴിൽ എഴുതാനൊക്കെ കറക്റ്റ് അറിയാം? എഴുതാനൊക്കെ അറിയാം. ചിലപ്പോൾ ഒരു അക്ഷര തെറ്റ് ചിലപ്പോൾ വരും. അത്രേ ഉള്ളൂ. എന്നാലും ബാക്കിയെല്ലാം കൊണ്ട് ഓക്കെയാണ്? ബാക്കിയെല്ലാം ഓക്കെ. ഓക്കെ, അപ്പോൾ എന്താണെങ്കിലും എല്ലാവിധ ആശംസകളും നേരുകയാണ്. അപ്പോൾ സ്റ്റേറ്റിൽ പോയി വിജയിച്ച് വരിക. ഓക്കെ, നമുക്ക് അടുത്ത ടീമിലേക്ക് പോകാം. അങ്ങനെ പ്രാക്ടീസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പ്രാക്ടീസ് കാണാൻ വേണ്ടി നേരത്തെ പ്രിൻസിപ്പൾ വന്നു. ഇപ്പോൾ ഇവിടുത്തെ ഹെഡ് മാസ്റ്റർ ജോസാറാണ് വന്നിരിക്കുന്നത്. എനിക്ക് ഒരുപാട് അഭിമാനത്തോടെ ഒരുപാട് സന്തോഷമാണ് ഇപ്പോൾ ഈ നിമിഷം. കാരണം എന്ന് വെച്ചാൽ എൻ്റെ ക്ലാസ് ടീച്ചറായിരുന്നു 10th. അപ്പോൾ എന്നെയൊക്കെ ഒരുപാട് പ്രോത്സാഹിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള സാറാണ് ജോസാറ്. ഇപ്പോൾ ഇവിടുന്ന് ഏകദേശം 49 കുട്ടികളാണ് സ്റ്റേറ്റിലേക്ക് പോകുന്നത്. അതായത് ഈ തവണ വന്ന 4 ഐറ്റത്തിൽ ഇരുളയിലും അതുപോലെ തന്നെ മലപ്പുറയാട്ടത്തിലും സ്റ്റേറ്റിൽ നിന്ന് പോകുന്നത് നമ്മുടെ സ്കൂളിൽ നിന്നാണ്. എനിക്ക് നല്ല അഭിമാനത്തോടു കൂടി പറയാനും പറ്റും. സന്തോഷമാണ്. സാറിന് എന്താണ് ഇപ്പോൾ തോന്നുന്നത്? അഭിമാനമാണ് തോന്നുന്നത്. കാരണം കോലഞ്ചേരി സബ് ജില്ലയിൽ മാത്രമല്ല എറണാകുളം ജില്ലയിൽ തന്നെ സ്റ്റേറ്റിലേക്ക് പങ്കെടുക്കാൻ സാധിക്കുന്ന മഹാഭാഗ്യമായിട്ടാണ് കുട്ടികൾ കാണുന്നത്. സ്കൂളിൻ്റെ പേര് കേരളത്തിലുടനീളം അറിയപ്പെടുവാനായിട്ട് സാഹചര്യമാകുന്നു. അതോടൊപ്പം തന്നെ ഏറ്റവും ആദ്യമായിട്ട് നടപ്പിലാക്കിയ ഗോത്രകലകളെ സംബന്ധിച്ചിടത്തോളം ആ കലകളിൽ പങ്കെടുക്കുകയും സബ് ജില്ലയിലും ജില്ലയിലും സ്റ്റേറ്റിലും പങ്കെടുക്കാൻ സാധിക്കുക എന്നുള്ളത് വലിയ അഭിമാന നേട്ടമാണ്. 105 വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് 50ഓളം കുട്ടികൾ സ്കൂളിനെ പ്രതികരിച്ച് സംസ്ഥാന കലോത്സവത്തിൽ പങ്കെടുക്കാനായിട്ട് അർഹത നേടുന്നത്. ഒരു വലിയ നേട്ടമാണ്. ഏറ്റവും വലിയ നേട്ടത്തിന് ചുക്കാൻ പിടിച്ച ലയ ടീച്ചർ, മറ്റധ്യാപകർ, പേരുകളെടുത്ത് പറഞ്ഞാലത് ഒരുപാട് അതായത് പാരൻസ് എല്ലാവരും സപ്പോർട്ടിംഗ് ഉണ്ട്, അനധ്യാപകരുണ്ട്, എല്ലാവരും ഉണ്ട്.
അവരുടെ എല്ലാവരും സപ്പോർട്ടിൻ്റെ ഫലമായിട്ടാണ് ഇത്ര വലിയൊരു നേട്ടം സ്കൂളിന് കൈവരിക്കാനായിട്ട് സാധിച്ചത്. 105 വർഷത്തെ ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് ഈ ദിനങ്ങൾ മാറ്റപ്പെടുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഏറെ അഭിമാനമാണ്. അധ്യാപകരും വിദ്യാർത്ഥികളും എല്ലാവരും വളരെ സന്തോഷത്തിലാണ്. ഈ സന്തോഷത്തിൽ ഞങ്ങളുടെ അധ്യാപകരുടെ എല്ലാവരുടെയും സന്തോഷം എല്ലാവരും അറിയിക്കുന്നു. അപ്പോൾ എന്താണെങ്കിലും എല്ലാവിധ ആശംസകളും മോർക്കാല സെൻറ്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുകയാണ്. അപ്പോൾ എന്താണെങ്കിലും സ്റ്റേറ്റിൽ മത്സരങ്ങൾ വന്നു കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ ESP മീഡിയയിലൂടെ തന്നെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അറബിക് നാടകമാണ്. അതിലെ കുട്ടികളാണ് നമ്മളോടൊപ്പം ഇപ്പോൾ ഉള്ളത്. ഫസ്റ്റ് നേടി വന്നിരിക്കുകയാണ്. അവരെ നമുക്ക് ഓരോരുത്തരെയായിട്ട് പരിചയപ്പെടാം. എന്താ മോൻ്റെ പേരെന്താ? മുഹമ്മദ്, വൈഷ്ണവ്, ഫാത്തിമ ഫർസാന, അൽഫിന, ഫാത്തിമ, ഷിഫ ഫാത്തിമ, സുഹാന ഫിദ, അദിനാൻ, അഫീസ്, ഫർഹാൻ യൂസുഫ്. നിങ്ങൾ അറബിക് നാടകത്തിലാണ് മത്സരിക്കാൻ പോണത് അല്ലേ? എന്താണ് സ്പെഷ്യൽ? എന്താണ് അറബിക് നാടകം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവുമൊന്നുമില്ല അങ്ങനെ അധികം, കാണികൾക്കൊന്നും ഉണ്ടാവില്ല, കാണികളൊക്കെ കുറവായിരിക്കും. അപ്പോൾ നിങ്ങൾ സബ് ജില്ലയിൽ പോയി, ജില്ലയിൽ പോയി, ഇനിയിപ്പോൾ സ്റ്റേറ്റിലേക്ക് പോവുകയാണ്. അപ്പോൾ എന്താണ് ഇതിൻ്റെ സ്പെഷ്യൽ? എന്താണ് ഐറ്റം, സബ്ജക്റ്റ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? മനുഷ്യത്വത്തെ കുറിച്ചിട്ടുള്ള നാടകമാണ് അല്ലേ? അതിന്റെ ചെറിയൊരു ഭാഗം നമുക്ക് കാണിക്കാൻ പറ്റുമോ? ഇപ്പൊ ഇവിടെ പ്രേക്ഷകരുടെ മുമ്പിൽ കാണിക്കാം. ഓക്കെ, അപ്പൊ അതൊന്ന് നമുക്കൊന്ന് കണ്ടിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ചോദിക്കാം. അപ്പൊ എന്താണെങ്കിലും ചെറിയൊരു ഭാഗം ഇവര് 4 പേര് കൂടി നിന്നിട്ടുള്ള ഒരു സംഭവം നമുക്ക് കാണിച്ചു തന്നു. അറബിയാണ്, മനസ്സിലാവാൻ ഇത്തിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. എന്നാണെങ്കിലും അൽഫാം എന്നൊക്കെ പറഞ്ഞത് എനിക്ക് മനസ്സിലായി, എന്താണെന്നൊക്കെ എന്തോ കഴിക്കണ സംഭവമാണെന്നൊക്കെ മനസ്സിലായി. അപ്പോൾ അത്രേ അറിയാം. എന്താണെങ്കിലും നിങ്ങളിത് സ്റ്റേറ്റിൽ പോയി കളിച്ച് മത്സരിച്ച്, കാരണം എന്ന് വെച്ചാൽ ഇത് ടഫുള്ളൊരു മത്സരമാണ്. ടഫുള്ള മത്സരത്തിൽ നിങ്ങൾ പോയി കളിച്ച് സ്റ്റേറ്റിലേക്ക് പോകാൻ പോവുകയാണ് അല്ലേ? അപ്പോൾ എല്ലാവിധ ആശംസകളും. സൂസൻ ടീച്ചറാണ് എന്നെ ആദ്യമായിട്ട് സ്റ്റേജിൽ കയറുന്നത് കേട്ടോ, മിമിക്രി കളിക്കാൻ, നാടകം കളിപ്പിക്കാനൊക്കെ ആയിട്ട്. 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഇപ്പോഴും ടീച്ചർ ഇവിടെ തന്നെയുണ്ട്. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ടീച്ചറാണ് ഇവരെ പഠിപ്പിച്ചത്. എങ്ങനെയാണ് ഇത് ടീച്ചർ എങ്ങനെയാണ് അറബി പറഞ്ഞത്? എനിക്ക് മനസ്സിലായി. എനിക്ക് അറബിയോട് ചെറുപ്പം മുതലേ ഒരു വാസനയുണ്ട്. അപ്പോൾ ഞാനിവിടെ 1ാം ക്ലാസ്സിലാണ് ഞാൻ പഠിപ്പിക്കുന്നതെങ്കിലും എനിക്ക് കിട്ടുന്ന സമയവും 3 മണിക്ക് ശേഷവും ഞാൻ എടുത്ത്, സത്യത്തിൽ ഞാൻ അറബി മലയാളത്തിൽ എഴുതി, അതിനുശേഷം അറബി പഠിക്കുന്ന ടീച്ചറുടെ കൈ കൊടുത്തിട്ട് അതിൻ്റെ ഉച്ചാരണം ശരിയാണോ എന്ന് നോക്കിയതിന് ശേഷമാണ് ഞാൻ ഡയലോഗ് എല്ലാം ഇവർക്ക് കൊടുത്തത്. ഇവർ പറയുന്ന അറബിയൊക്കെ മനസ്സിലാവുമോ? എനിക്ക് മനസ്സിലാവുന്നുണ്ട് അറബി. അറബിയിൽ എനിക്ക് പറയാൻ സാധിക്കും. ഇതല്ലാതെയും പല നാടകങ്ങളുടെയും എനിക്ക് പറയാൻ സാധിക്കും. ഇതിനു മുമ്പും പല വർഷങ്ങളിലും ഞാൻ നാടകത്തിൽ മുൻപന്തിയിൽ എൻ്റെ സ്ഥാനം ആക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ആ ഡയലോഗുകളെല്ലാം ഇന്നും എനിക്ക് ബൈഹാർട്ടാണ്. അപ്പോൾ ഞാൻ 1-2 പറഞ്ഞു കേൾപ്പിക്കാം. വാദാ വൽബുൻ ശുബാരി വൽ വിൽദാൻ വാ തഹാവി തങ്കം ഉലിക്കിൽ വാബാ വസ്തരി. ഇതെല്ലാം പല നാടകത്തിലും. അപ്പോൾ ഇതുപോലെയുള്ള ചെറിയ ചെറിയ വാക്കുകൾ ഇവിടെ ഡയലോഗ് തെറ്റിച്ചാൽ എനിക്ക് വളരെ വേഗം മനസ്സിലാവും. ഈ കാര്യം പൂർണ്ണമായും അറിയില്ലെങ്കിലും അർത്ഥവത്തായിട്ട് പറയുന്ന കാര്യങ്ങൾ എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ട്. പക്ഷേ എനിക്ക് അറബി നാടകത്തോട് മലയാള നാടകത്തെക്കാൾ കൂടുതൽ പ്രതിബദ്ധതയുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണെങ്കിലും ഇവർ സ്റ്റേറ്റിലേക്ക് പോവുകയാണ്. ഞങ്ങളോടുള്ള ഒരു ഇഷ്ടമാണ് ടീച്ചർക്ക്. ഓക്കെ, എന്താണെങ്കിലും ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ എന്താണെങ്കിലും ഇനി സ്റ്റേറ്റിലേക്ക് പോവുകയാണ്. ഇനി 2-3 ദിവസങ്ങൾ മാത്രമാണ് ഉള്ളൂ. അപ്പോൾ എന്താണെങ്കിലും പോയി വിജയിച്ച് അടിപൊളിയായിട്ട് പോവാം. എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഓക്കെ, നമുക്ക് അടുത്ത ടീമിനെ ഇനി പരിചയപ്പെടാം. ഇനി സ്റ്റേറ്റിലേക്ക് പോകുന്ന ഉറുദു ഗ്രൂപ്പ് സോങ്ങിലെ ടീമിനെയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. നമുക്ക് അവരൊന്ന് പരിചയപ്പെടാം. പേരെന്താ? അന്ന, നുബല, ജിദ, ഫിദ, ഫാബിയ, ഷിഫ, ഗ്രിഗറി. നീ ഗ്രിഗറിയാണ്. അപ്പോൾ നിങ്ങൾ ഉറുദുവിലെ ഗ്രൂപ്പ് സോങ് ആണ് അല്ലേ? അപ്പോൾ നിങ്ങൾ സബ് ജില്ലയിലും ജില്ലയിലൊക്കെ പോയി ഇനിയിപ്പോൾ സ്റ്റേറ്റിലേക്ക് പോവുകയാണ്. നല്ല ടഫായിരുന്നു മത്സരം? അത്യാവശ്യം നല്ല ടഫായിരുന്നു. ആരാ പഠിപ്പിച്ചത്? ലയാമിസ് ആണ് പഠിപ്പിച്ചത്, ഉറുദു പഠിപ്പിച്ചത്. അപ്പോൾ നമുക്ക് ആ പാട്ടൊന്ന് കേട്ട് നോക്കിയാലോ? पंडित रविशंकर की सितार शर्मा किए या संदूर, पंडित रविशंकर की सितार, बिस्मिल्लाह की शहनाई, बिस्मिल्लाह की शहनाई, गोया है पुरवाई, गोया है पुरवाई,
गीत गजल और कव्वाली, रागों की ये रंगोली, गीत गजल और कव्वाली, रागों की ये रंगोली। भारत देश हमारा है, सब मुल्कों से प्यारा है। भारत देश हमारा है, सब मुल्कों से प्यारा है। അടിപൊളി. നല്ല രസമുണ്ട് കേട്ടോ കേൾക്കാൻ. എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ആ സെറ്റപ്പിൽ തന്നെ അവിടെ പോയി, ആ സ്റ്റേജിൽ തന്നെ നിങ്ങൾ എല്ലാവരും പാടി. എന്താ നിങ്ങൾ ലേ ടീച്ചറല്ലേ പഠിപ്പിച്ചേ? ലേ ടീച്ചർ ഇവിടെ ഇല്ലേ? ലേ ടീച്ചർ വന്നേ. ലേ ടീച്ചറാണ് ഇവരെ പഠിപ്പിച്ചത്. എങ്ങനെയുണ്ടായിരുന്നു കുട്ടികളുടെ? അവർ അടിപൊളി പിള്ളേരല്ലേ? അടിപൊളിയായിരുന്നു. സ്റ്റേറ്റിലേക്ക് പോകുന്നു അല്ല ഉറപ്പ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഞങ്ങൾക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു, പക്ഷെ ഞങ്ങൾക്ക് റിസൾട്ട് നേരിട്ട് കേൾക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായിരുന്നില്ല. കാരണം രാത്രി ആയിരുന്നു. എല്ലാ വർഷവും ഉറുദു സംഗാനം ലാസ്റ്റാണ് നടക്കുക. ഞങ്ങൾ ഓൺ ദ വേ ആണ് മോൾ അവിടെ ഉണ്ടായിരുന്നു കേട്ടത്, ജഡ്ജസിൽ നിന്ന് റിസൾട്ട് കേട്ടത്. ഞങ്ങൾക്ക് ലൈവ് കുറച്ച് പേർക്ക് മിസ്സായിപ്പോയി ആ അനൗൺസ്മെൻറ്റ്. അപ്പോൾ എന്താണെങ്കിലും ഇനി സ്റ്റേറ്റിലേക്ക് പോവുകയാണ് അപ്പോൾ ഇവരെ കൂട്ടിയിട്ട് അല്ലേ? അപ്പോൾ എന്താണെങ്കിലും എല്ലാവിധ ആശംസകളും നേരുകയാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് പേരെ നമ്മളിപ്പോൾ ഇവരെ കണ്ടു. ഏകദേശം 49ഓളം കുട്ടികളെ നമ്മൾ കണ്ടു. ഇനി എല്ലാവരും ഒരുമിച്ച് നിർത്തി നമുക്കൊന്ന് വൈൻഡപ്പ് ചെയ്യാം അല്ലേ? മോറക്കാല സെൻറ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും 49 കുട്ടികളാണ് ഇത്തവണ സ്റ്റേറ്റിലേക്ക് മത്സരിക്കാൻ പോകുന്നത്. അതായത് പുതിയ ഇനങ്ങൾ വരെ ഇവർ തന്നെയാണ് മത്സരിച്ച് വിജയിച്ച് സ്റ്റേറ്റിലേക്ക് പോകുന്നത്. അപ്പോൾ അവരോടൊപ്പമാണ് ഞാൻ ഇന്ന് നിൽക്കുന്നത്. നാളെ ഒരു സമയത്ത് നമുക്ക് ചിന്തിച്ചെടുക്കാൻ പറ്റും, ഇവരിൽ ആരെങ്കിലുമൊക്കെ ഏറ്റവും വലിയ കലാപ്രതിഭകളായിട്ട്, കലാകാരന്മാരായിട്ടും കലാകാരികളായിട്ടും വളർന്നു വരാം. അതിൽ നമുക്ക് യാതൊരു സംശയവുമില്ല. എന്താണെങ്കിലും ഇവർക്ക് എല്ലാവിധ ആശംസകളും നേരുകയാണ് ESP മീഡിയയുടെ വക. അപ്പോൾ ഇവരെ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. തൽക്കാലം ഇവിടെ പറയുന്നു, ഇവരോടൊപ്പം നിങ്ങളുടെ സ്വന്തം ഇബ്രു.